ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിനെ സന്ദർശിച്ചവരും യേശു സന്ദർശിച്ചവരുമായ ആളുകളെക്കുറിച്ചുള്ള ഒരു പഠനമാണ് ഈ വീഡിയോയിൽ നാം ചെയ്യുന്നത്. ഇന്ന് യേശുവിനെ സന്ദർശിച്ച അന്ത്രയോസിനെ കുറിച്ചും യോഹന്നാനെ കുറിച്ചുമാണ് നാം ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ വാക്യം വായിക്കുന്നത് ശ്രദ്ധിക്കുക. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 35 മുതലുള്ള വാക്യങ്ങൾ. പിറ്റേന്നാൾ യോഹന്നാൻ പിന്നെയും തൻ്റെ ശിഷ്യന്മാർ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത് ആ 2 ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട് നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നുവെന്ന് ചോദിച്ചു. അവർ റബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. അവൻ അവരോട് വന്ന് കാൺമീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ട് അന്ന് അവനോട് കൂടെ പാർത്തു. അപ്പോൾ ഏകദേശം 10-ാം മണി നേരമായിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയാസ് ആയിരുന്നു. അവൻ തൻ്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ടവനോട് ഞങ്ങൾ മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശീമോൻ ആകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകും എന്ന് പറഞ്ഞു. അത് പത്രോസ് എന്ന് ആകുന്നു. യോഹന്നാൻ സ്നാപകൻ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു. കഴിഞ്ഞ 400 നീണ്ട വർഷങ്ങളായി യാതൊരു ദൈവശബ്ദവും ഇസ്രായേലിൽ ഇല്ലായിരുന്നു. മലാഖിക്ക് ശേഷം യാതൊരു പ്രവാചകനും ഇല്ലായിരുന്നു. ഒരു അന്ധകാര കാലമായിരുന്നു. മനുഷ്യർ ദൈവവചനം കേൾക്കാൻ കൊതിക്കുകയാണ് ഉണ്ടായിരുന്നത്. ആ നിശബ്ദതയെ ഭഞ്ജിച്ചുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ യോർദാന്റെ തീരങ്ങളിലും യഹൂദ്യ മരുഭൂമിയിലും പ്രസംഗിച്ചത്. അദ്ദേഹം വളരെ ധീരനായിട്ട് സകല ജനത്തോടും നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങൾ സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. സ്നാനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ബാബേൽ പ്രവാസ കാലത്ത് പുറജാതികളാണ് സ്നാനപ്പെട്ടത്. പക്ഷെ യോഹന്നാൻ പറഞ്ഞു, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട്, ഞങ്ങൾ യഹൂദരാണ് എന്ന് ഒന്നും പ്രശംസിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ പുറജാതികളെന്ന് സമ്മതിച്ച് നിങ്ങൾ ഒന്നേന്ന് തുടങ്ങണം. ആത്മീയ ജീവിതം ഒന്നിൽ നിന്ന് ആരംഭിക്കണം. അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങൾ സ്നാനപ്പെടണം എന്ന് യോഹന്നാൻ പറഞ്ഞത് കേട്ട് ആളുകൾ സ്നാനപ്പെട്ടു. അപ്പോൾ അന്ത്രയോസും, അവർ ഗലീലക്കാരാണ്, അന്ത്രയോസും സബദിയുടെ മകനായ യോഹന്നാനും അവര് യോഹന്നാന്റെ പ്രസംഗത്തെക്കുറിച്ച് കേട്ടു. കൂടുതൽ അറിയാൻ വേണ്ടി അവര് വരികയാണ്. യേശുവിൻ്റെ ശിഷ്യന്മാര് സത്യാന്വേഷികളായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് യേശുവിനെ കണ്ടെത്താൻ ഇടയായത്. ഏത് കാലത്തും യേശുവിനെ അംഗീകരിക്കണമെങ്കിൽ അല്ലെങ്കിൽ യേശുവിൻ്റെ വകയായി തീരണമെങ്കിൽ ഒരു സത്യാന്വേഷണ ത്വര നമ്മൾക്കുണ്ടായിരിക്കണം. യേശു പറഞ്ഞല്ലോ, അന്വേഷിക്കുന്നവൻ കണ്ടെത്തും, മുട്ടുന്നവന് തുറക്കും, യാചിക്കുന്നവന് ലഭിക്കും. ഇവിടെ യോഹന്നാൻ പ്രസംഗിക്കുന്നത് കേട്ട് വളരെ മൈലുകൾക്കകലെ ഗലീലയിൽ നിന്ന് ഇവര് വന്ന സമയത്ത് യേശു കഴിഞ്ഞ ദിവസം സ്നാനപ്പെട്ട യേശു അതുവഴി കടന്നു പോകുന്നത് കണ്ടു. അപ്പൊ യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചത് പെസഹ കുഞ്ഞാടിൻ്റെ മരണത്താലാണ്. അത് പിശാചിൽ നിന്ന് ആളുകൾക്ക് വിടുതൽ ലഭിക്കുന്നതിൻ്റെ നിഴലായിരുന്നു. യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഈ വാക്ക് കേട്ട യോഹന്നാന്റെ ശിഷ്യന്മാരായിരുന്ന അന്ത്രയാസും യോഹന്നാനും, സബദിയുടെ മകനായ യോഹന്നാനും
യേശുവിൻ്റെ അടുക്കലേക്ക് വന്നു. യേശു തിരിഞ്ഞു ചോദിച്ചു, നിങ്ങൾ എന്താ അന്വേഷിക്കുന്നു? അതായത് നിങ്ങൾക്ക് എന്താ വേണ്ടത്? അവർ പറഞ്ഞു, നീ എവിടെ പാർക്കുന്നു? ഗുരു, നീ എവിടെ പാർക്കുന്നു? യോഹന്നാൻ പറഞ്ഞു, അങ്ങാണ് ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന്. അതുകൊണ്ട് ഞങ്ങൾക്ക് പാപമോചനം വേണം, ഞങ്ങൾക്ക് ദൈവരാജ്യം വേണം, അങ്ങയോടൊത്ത് താമസിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, വന്നു കാണുക എന്ന് പറഞ്ഞു. യേശുവിൻ്റെ പിന്നാലെ അവർ പോയി. ഏതോ പാറപ്പുറത്തോ അല്ലെങ്കിൽ ഏതോ കടൽ തീരത്ത് മണലിൻ്റെ പുറത്തോ ഏതോ മരച്ചുവട്ടിലോ, യേശുവിനെ അന്ന് കൈക്കൊള്ളാൻ വീടുകളൊന്നും ഒരുപക്ഷെ ഉണ്ടായിരുന്നില്ലായിരിക്കാം. എന്തായാലും യേശുവിനോടൊത്ത് താമസിച്ച അവർ യേശുവിനെക്കുറിച്ച് ഒരു ധാരണ അവർക്ക് കിട്ടി. അവർ തിരിച്ചുപോയി. പക്ഷേ അന്ത്രയോസ് പോയിട്ട് ചെയ്തത് തൻ്റെ സഹോദരനായ ശീമോനെ യേശുവിൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവരെ, യേശു ജനിച്ച കാര്യം ഒരു നക്ഷത്രത്തിലൂടെ മനസ്സിലാക്കിയ ആ വിദ്വാൻമാർ അവര് യേശുവിനെ ആരാധിച്ചു. യേശു ജനിച്ച കാര്യം ഒരു ദൂതനിലൂടെ മനസ്സിലാക്കിയ ആട്ടിടയന്മാർ യേശുവിനെ കുറിച്ച് സാക്ഷിച്ചു. ഇവിടെ യേശുവിനോടൊത്ത് ഒരു ദിവസം താമസിച്ച അന്ത്രയോസ് തൻ്റെ സഹോദരനെ യേശുവിൻ്റെ ഒക്കെ കൂട്ടിക്കൊണ്ടുവന്നു. എല്ലാ കാലത്തും ഇതാണ് വേണ്ടത്. യേശുവിനെ അറിഞ്ഞ ആളുകൾ യേശുവിൻ്റെ വക്താക്കളായി തീരണം. ഇവിടെ തൻ്റെ അടുക്കൽ ഈ ശീമോൻ വന്നപ്പോൾ യേശു പറയുകയാണ്, നീ യോഹന്നാൻ്റെ മകനാണ്, നിന്റെ പേര് ശീമോൻ എന്നാണ്, നിനക്ക് കേഫ എന്ന് പേരാകും. അതായത് ശീമോൻ്റെ ഭൂതകാലവും വർത്തമാനകാലവും ഭാവികാലവും യേശുവിന് അറിയാം, അല്ലെങ്കിൽ അതൊക്കെ അറിയുന്ന സർവജ്ഞാനിയാണ് താനെന്ന് യേശു പറയുകയാണ് ഉണ്ടായത്. നീ യോഹന്നാൻ്റെ മകനെന്ന് പറഞ്ഞാൽ ഭൂതകാലം, ശീമോനാണ് നീ എന്ന് പറഞ്ഞാൽ വർത്തമാനകാലം, നിനക്ക് കേഫ അല്ലെങ്കിൽ പത്രോസ് എന്ന് പേരാകുമെന്ന് പറഞ്ഞാൽ ഭാവികാലം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭൂതകാലവും വർത്തമാനകാലവും ഭാവികാലവും അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. പത്രോസിൻ്റെ പാപത്തെ ക്ഷമിച്ച് പത്രോസിനെ ഉന്നതനാക്കാൻ ആണ് കർത്താവ് ആഗ്രഹിച്ചത്. എന്ത് തെറ്റ് കുറ്റവും നമ്മുടെ ഭാഗത്തുണ്ടെങ്കിലും ദൈവത്തെ അറിയാനും ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തിനായി ജീവിക്കാനും ഒരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ പ്രയോജനപ്പെടുത്താൻ കർത്താവിന് കഴിയും എന്നുള്ള ഒരു പാഠമാണ് നമുക്കിവിടെ നിന്ന് ലഭിക്കുന്നത്. എന്തായാലും യോഹന്നാൻ അന്ന് വേറെ ആരും കൂട്ടിക്കൊണ്ടുവരികയൊന്നും ചെയ്തില്ലെങ്കിലും യോഹന്നാൻ ആയിരുന്ന സ്ഥലത്തേക്ക് യേശു പിന്നീട് ചെല്ലുകയാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും യേശുവിനെ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളെ കർത്താവ് ദർശനം നൽകി അവരെ തൻ്റെ വകയാക്കി തീർക്കും, പ്രയോജനപ്പെടുത്തും. അതുകൊണ്ട് ദൈവത്തെ അറിയാൻ, സത്യത്തെ അറിയാൻ ഉള്ള ഒരു വാഞ്ച നമുക്കുണ്ടാകട്ടെ. സത്യാന്വേഷികളായി നമുക്ക് തീരാം. എങ്കിൽ കർത്താവ് നമ്മെ തൻ്റെ ദർശനം നൽകി അനുഗ്രഹിക്കും. കർത്താവിൻ്റെ വലിയൊരു നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.